In today's session, we are continuing our discussion on Fredholm Theory of Compact Operators. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലും നമ്മൾ പഠിച്ചിരുന്നത് Fredholm Theory of Compact Operators തന്നെയാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. We have studied a lemma. If E1 is a closed subspace of E and E not equal to E1, then we have E1 subspace of E subspace of X, and there exists a y naught, there exists a unit vector y naught in E which is at a distance at least 1/2 from E1. Then if X is an infinite dimensional Banach space, then the identity operator from X to X is not a compact operator. And then we have studied that if T is a compact operator on an infinite dimensional Banach space X, then 0 is a spectral point of T. Then we studied that if T is a compact operator on an infinite dimensional Banach space X, the spectrum sigma p of T is it is at most a sequence lambda I which converges to 0, and every lambda I has finite multiplicity. Now വീണ്ടും നമ്മൾ പോയിന്റ് സ്പെക്ട്രം റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അതിനുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിൽ ആവശ്യമുള്ള ഒരു പ്രൊപ്പോസിഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. സോ കഴിഞ്ഞ രണ്ട് റിസൾട്ടുകളിലേതുപോലെ തന്നെ വി ആർ അസ്യൂമിങ് ദാറ്റ് ടി ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ എൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ Banach സ്പേസ് എക്സ് ആൻഡ് ലാംഡ ഈസ് നോൺ സീറോ. ദെൻ delta lambda is equal to delta lambda closure, means delta lambda is a closed operator, and we know that delta lambda is nothing but image of t lambda, means image of t minus lambda I. So this is a closed subspace. ഇതാണ് നമ്മളോട് ഈ പ്രൊപ്പോസിഷൻ പറയുന്നത്. So whenever lambda is non-zero, delta lambda is a closed subspace. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡെൽറ്റ ലാംഡയിൽ നിന്നുള്ള ഒരു സീക്വൻസ് എടുക്കണു, ഒരു കൺവെർജൻറ്റ് സീക്വൻസ് എടുക്കണു, അതിൻ്റെ ലിമിറ്റ് ഡെൽറ്റ ലാംഡയിൽ തന്നെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ y എന്ന് പറയുന്നത് ഡെൽറ്റ ലാംഡയിലുള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ, delta lambda means image of t minus lambda I. So we can say that y is equal to t minus lambda I of x, or t lambda of x for some x element of capital X. And ey എന്ന് പറഞ്ഞ് നമ്മളൊരു സെറ്റ് എടുക്കുകയാണ്. ey is equal to set of all z where t lambda z is equal to y. ഏതൊക്കെ സെറ്റുകളെയാണോ എക്സിലുള്ള ഏതൊക്കെ സെറ്റുകളാണോ വൈയിലേക്ക് മാപ്പ് ചെയ്യപ്പെടുന്നത് ബൈ ദ ഓപ്പറേറ്റർ ടി ലാംഡ, അങ്ങനെയുള്ള സെറ്റുകളുടെ കളക്ഷനായിട്ടാണ് നമ്മൾ ഇ വൈ എടുക്കുന്നത്. ഓർ ദിസ് ഈസ് ദ ഇൻവേഴ്സ് ഇമേജ് ഓഫ് സിംഗിൾട്ടൺ സെറ്റ് വൈ അണ്ടർ ദ മാപ്പ് ടി ലാംഡ എന്ന് നമുക്ക് പറയാം. ഈ ഇ വൈ എന്തായാലും നോട്ട് ഈക്വൽ ടു 5 ആയിരിക്കും. ഇറ്റ് ഈസ് നോൺ എം ടി. കാരണം വൈ ഡെൽറ്റ ലാംഡയിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് വൈ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടെങ്കിലും ടി ലാംഡ ഓഫ് എക്സ് ആയിരിക്കണം. അപ്പം അതുകൊണ്ട് ഈ പറയുന്ന എക്സ് ഉറപ്പായിട്ടും ഈ വൈയിലുണ്ടായിരിക്കും. സോ ഈ ടി ലാംഡ എന്ന് പറയുന്നത് എപ്പോഴും നോൺ എം ടി ആയിട്ടുള്ള ഒരു സെറ്റാണ്. ദെൻ ഈ വൈയിൽ ഉള്ള ഒരു എലമെൻ്റാണ് സെഡ് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ടി ലാംഡ ഓഫ് സെഡ് എന്ന് പറയുന്നത് വൈ ആയിരിക്കും. നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം സെഡ് എലമെൻ്റ് ഓഫ് ഇ വൈ ആണെങ്കിൽ ടി ലാംഡ ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് വൈ ആണ്. അതുപോലെ തന്നെ ടി ലാംഡ ഓഫ് എക്സും വൈ ആണ്. സോ വി ഹാവ് ടി ലാംഡ ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ്, ഓർ ടി ലാംഡ ഓഫ് സെഡ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. മീൻസ് ദിസ് സെഡ് മൈനസ് എക്സ് ഈസ് എൻ എലമെൻ്റ് ഓഫ് കേർണൽ ഓഫ് ടി ലാംഡ. അപ്പോൾ നമുക്ക് നമ്മളെടുത്ത സെഡ് എലമെൻ്റ് ഓഫ് ഇ വൈ എന്നുള്ളതിനെ വി ക്യാൻ റൈറ്റ് എക്സ് പ്ലസ് സെഡ് മൈനസ് എക്സ്. ഇതിൽ സെഡ് മൈനസ് എക്സ് എന്ന് പറയുന്നത് കേർണൽ ഓഫ് ടി ലാംഡയിലുണ്ട്. പിന്നെ മുതൽ കേർണൽ ഓഫ് ടി ലാംഡയെ നമ്മൾ ഇ നോട്ട് എന്ന് വിളിക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ്
this z is an element of x plus e naught. അപ്പോൾ നമ്മൾ z എടുത്തത് ഇ വൈയിൽ നിന്നാണ് ആൻഡ് വി ഗോട്ട് z ഈസ് ഇൻ എക്സ് പ്ലസ് ഇ നോട്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇ വൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എക്സ് പ്ലസ് ഇ നോട്ട്. ഇനി ഞാനിതിൻ്റെ ഇൻവേഴ്സ് ഇൻഈക്വാലിറ്റി ഇൻവേഴ്സ് ഇൻക്ലൂഷൻ പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇഫ് z ഈസ് ഇൻ എക്സ് പ്ലസ് ഇ നോട്ട് ദെൻ z ഈസ് ഇൻ ഇ വൈ എന്നാണ് ഞാൻ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് z എലമെൻറ്റ് ഓഫ് എക്സ് പ്ലസ് ഇ നോട്ട്. അങ്ങനെയാണെങ്കിൽ z മൈനസ് എക്സ് വിൽ ബി എൻ എലമെൻറ്റ് ഓഫ് ഇ നോട്ട്. ഓക്കെ, z minus x element of e naught ആണെങ്കിൽ we know that e naught is nothing but kernel of t lambda. So t lambda of z minus x is equal to 0 or t lambda z is equal to t lambda x. ഇതിൽ t lambda of x എന്ന് പറയുന്നത് y ആണ്. That means t lambda of z is equal to y. So we know that z is mapped to y by the map t lambda means z is an element of ey. So if we start from an element of x plus e naught, we will get that that element is in ey. So x plus e naught is a subset of ey. So ഇവിടെ നമുക്ക് x plus ey subset of x plus e naught എന്നുണ്ട്, ഇവിടെ x plus e naught subset of ey എന്നുണ്ട്. So we can say that this ey is nothing but x plus e naught. Okay, ഇനി ഈ പ്രൂഫ് പ്രൊസീഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ക്ലെയിം ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഞാനൊരു പുതിയൊരു ക്ലെയിം പറയുന്നു, അത് പ്രൂവ് ചെയ്യുന്നു. അതാണ് ഇനി ചെയ്യാൻ പോണത്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഓർക്കുക. സോ നമ്മുടെ ക്ലെയിം ഇതാണ്. If I take the infimum of norm z where z element of ey as alpha y, then there exists a constant c independent of y such that alpha y less than or equal to c norm y or alpha y by norm y less than or equal to c. ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ കാര്യം. ആൽഫ വൈ ബൈ നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഫോർ വൈ നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ വൈ ഒക്കെ നമ്മൾ എടുക്കുന്നത് എവിടെ നിന്നാണ്? വൈ ഈസ് ഇൻ ഡെൽറ്റ ലാംഡ. വൈ ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ഡെൽറ്റ ലാംഡ. ദെൻ ആൽഫ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം വൈ ഫോർ ഓൾ വൈ എലമെൻറ്റ് ഓഫ് ഡെൽറ്റ ലാംഡ ആവുന്ന രീതിയിൽ ഒരു കോൺസ്റ്റൻറ്റ് സി എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മളോട് ക്ലെയിം പറയുന്നത്. ഇതിൽ ആൽഫ വൈ എന്ന് പറയുന്നത് ഇ വൈ ഈസ് ഇൻവേഴ്സ് ഇമേജ് ഓഫ് സിംഗിൾട്ടൺ സെറ്റ് വൈ അണ്ടർ ദ മാപ്പ് ടി ലാംഡ. അങ്ങനെയുള്ള സെറ്റുകളിൽ ലീസ്റ്റ് നോം ഇൻഫിമം ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഓഫ് നോം സെറ്റ്, ഇതാണ് നമ്മൾ ആൽഫ വൈ ആയിട്ട് എടുക്കുന്നത്. So we assume that the claim is not true. ഈ ക്ലെയിം ശരിയല്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ക്ലെയിമാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ക്ലെയിം ശരിയല്ല എന്നെടുത്താൽ ഒരു കോൺട്രഡിക്ഷനിലേക്ക് എത്താനാണ് പോകുന്നത്. സോ ക്ലെയിം ഇസ് നോട്ട് ട്രൂ. ക്ലെയിം നോട്ട് ട്രൂ മീൻസ് ആൽഫ വൈ ബൈ നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഫോർ ഓൾ വൈ നോട്ട് ഈക്വൽ ടു 0 ആകുന്ന രീതിയിൽ ഒരു സി കിട്ടില്ല. Okay, so there does not exist an upper bound for alpha y by norm y. അപ്പർ ബൗണ്ട് ഇല്ല എങ്കിൽ നമുക്ക് പറയാം ഇവിടെ സിക്ക് 1 എന്നുള്ള വാല്യൂ കൊടുത്താൽ ഈ ഇനീക്വാലിറ്റി ശരിയല്ല. ഓക്കെ, അതായത് ആൽഫ വൈ ബൈ നോം വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഫോർ ഓൾ വൈ എലമെൻറ്റ് ഓഫ് ഡെൽറ്റ വൈ അല്ലെങ്കിൽ ഫോർ ഓൾ വൈ നോട്ട് ഈക്വൽ ടു 0 ഇൻ ഡെൽറ്റ വൈ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് there exists some y1 in delta lambda such that alpha y1 by norm of y1 is greater than 1. ഇതുപോലെ ഞാൻ സിക്ക് 2 എന്നുള്ള വാല്യൂ കൊടുത്താലും ഇത് ട്രൂ അല്ല. സോ there exists some y2 in delta lambda such that alpha y2 by norm of y2 is greater than 2. ഇനി സിക്ക് നമ്മൾ 3 കൊടുത്താലും ഇത് ശരിയാവില്ല. ഇങ്ങനെ നമ്മൾ പ്രൊസീഡ് ചെയ്താൽ ഇൻ ജനറൽ ഐ ക്യാൻ സേ ദാറ്റ് ഫോർ ഈച്ച് n എലമെൻറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്
there exists a yn tilde such that alpha of yn tilde divided by norm of yn tilde is greater than n. വെറും ഒരു നൊട്ടേഷനാണ് yn tilde. So for each n element of natural numbers there exists yn tilde such that take reciprocal on both sides. So നമുക്ക് കിട്ടും norm of yn tilde divided by alpha yn tilde is less than 1 by n for all n element of natural numbers. ഇതിൽ ഓൾറെഡി നമ്മൾ എടുക്കുന്ന ഈ norm of yn tilde divided by alpha of yn tilde എന്ന് പറയുന്നത് greater than or equal to 0 ആണ്. because both are greater than or equal to 0. then ഇവിടെ നമുക്ക് ലെസ് ദാൻ 1 by n കിട്ടിയിരിക്കുകയാണ്. സോ ദിസ് ഈസ് ലെസ് ദാൻ 1 by n. സോ നമ്മൾ സ്ക്യൂസ് തിയറം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും norm of yn tilde divided by alpha yn tilde converges to 0 as n goes to infinity എന്ന് നമുക്ക് പറയാം. then നമുക്ക് ടി ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ ടി ലാംഡ ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ടി ലാംഡ ഓഫ് ഗാമ എക്സ് വിൽ ബി ഗാമ വൈ ഫോർ ഓൾ ഗാമ. തിരിച്ച് ടി ലാംഡ ഓഫ് ഗാമ എക്സ് ഈക്വൽ ടു ഗാമ വൈ ഫോർ ഓൾ ഗാമയാണെങ്കിൽ വെൻ വി ടേക്ക് ഗാമ ഈക്വൽ ടു 1 വി വിൽ ഗെറ്റ് ടി ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഓക്കെ, so T lambda of x is equal to y implies and implied by T lambda of gamma x is equal to gamma y for all scalars gamma. So alpha of gamma y will be infimum of set of all norm z where z varies over gamma y, e gamma y. Okay, ഇതിനെ നമുക്ക് infimum of set of all modulus of gamma norm z where z varies over ey എന്നും പറയാം. അതായത് ഇപ്പോൾ z varies over ey ആണെന്ന് കരുതുക. z varies over ey എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? t lambda of z is equal to y and this implies and implied by t lambda of gamma z equal to gamma y. So whenever z is in ey, gamma z will be in e gamma y. So I can write like this. ഇനി infimum of a is equal to a infimum of s whenever a is greater than 0 എന്ന് നമുക്കറിയാം. So this is same as mod gamma times infimum of norm z where z varies over ey and infimum of norm z where z varies over ey is alpha y. So this is nothing but modulus of gamma times alpha y. So alpha of gamma y is same as mod gamma alpha y. So gamma greater than or equal to 0 എന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ alpha of gamma y is equal to gamma of alpha y for all gamma greater than or equal to 0 എന്ന് നമുക്ക് പറയാം. അതായത് ആൽഫ ഈസ് എ ഹോമോജീനിയസ് ഫംഗ്ഷൻ. അടുത്തതായിട്ട് നമ്മൾ yn എന്ന് പറയുന്നത് yn tilde ഡിവൈഡഡ് ബൈ ആൽഫ ഓഫ് yn tilde എന്നെടുക്കുകയാണ്. yn tilde നമുക്ക് ഓൾറെഡി നേരത്തെ കിട്ടിയിട്ടുണ്ട്. yn tildeയുടെ പ്രത്യേകത എന്ന് പറയുന്നത് norm of yn tilde ഡിവൈഡഡ് ബൈ ആൽഫ ഓഫ് yn tilde this converges to 0 as n goes to infinity എന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് yn tilde പറ്റി. സോ yn ആയിട്ട് നമ്മൾ yn tilde ബൈ ആൽഫ yn tilde എടുക്കുകയാണ്. സോ ആൽഫ ഓഫ് yn വിൽ ബി ആൽഫ ഓഫ് ദിസ് ആൽഫ ഓഫ് yn വിൽ ബി ആൽഫ ഓഫ് yn tilde ഡിവൈഡഡ് ബൈ ആൽഫ ഓഫ് yn tilde. ഇതിൽ ആൽഫ ഓഫ് yn tilde നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 ബൈ ആൽഫ ഓഫ് yn tildeയും നോൺ നെഗറ്റീവ് ആണ്. സോ ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് 1 ബൈ ആൽഫ ഓഫ് yn tilde ടൈംസ് ആൽഫ ഓഫ് yn tilde വിച്ച് ഇസ് നത്തിങ് ബട്ട് 1. സോ ആൽഫ ഓഫ് yn is equal to 1 and norm of yn will be norm of yn tilde divided by alpha of yn tilde.
വിച്ച് കൺവേർജസ് ടു 0 ആസ് n goes to ഇൻഫിനിറ്റി. ആൽഫ ഓഫ് വൈ എൻ ഈക്വൽ ടു 1 എന്നുള്ളത് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. നൗ നമ്മളിവിടെ കുറേ വൈ എന്നുകൾ എടുത്തിട്ടുണ്ട്. ആ വൈ എന്നുകളുടെ സിംഗിൾട്ടൺ വൈ എന്നുകളുടെ ഇൻവേഴ്സ് ഇമേജ് അണ്ടർ ടി ലാംഡയിലുള്ള എലമെൻറ്റ്സ് ആയിട്ട് നമ്മൾ എക്സ് എൻ എടുക്കുകയാണ്. ആൻഡ് എക്സ് എൻ ഇസ് ചോസൺ സച്ച് ദാറ്റ് നോം ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. സോ എക്സ് എൻ ബി സച്ച് ദാറ്റ് ടി ലാംഡ ഓഫ് എക്സ് എൻ ഈക്വൽ ടു വൈ എൻ and yn converges to 0 as n tends to infinity and norm of xn less than or equal to 2. ഇത് നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുള്ള കാര്യമാണ്. സോ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. xn's are chosen from EYN for each n and norm of xn is less than or equal to 2. അപ്പോൾ നമുക്ക് സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോം ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന പോലത്തെ എക്സ് എന്നുകൾ നമുക്ക് ഈ വൈ എന്നിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റുമോ? സോ നമുക്ക് അറിയാം ആൽഫ ഓഫ് വൈ എൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫിമം ഓഫ് നോം സെഡ് വർ സെഡ് വാരീസ് ഓവർ ഇ വൈ എൻ ആണെന്നറിയാം. ആൻഡ് ആൽഫ ഓഫ് വൈ എൻ ഈക്വൽ ടു 1 ഫോർ ഓൾ എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൻ്റെ സെറ്റ് ഓഫ് ഓൾ നോം സെഡ് വെർ സെഡ് വാരീസ് ഓവർ ഇ വൈ എൻ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഇൻഫിമം 1 ആണ്. ഓക്കെ, ഇൻഫിമം 1 ആണെന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഈ 1 ഇവിടുത്തെ ലോവർ ബൗണ്ടാണ്. സോ ഇഫ് യു ടേക്ക് എനി എക്സ് എൻ ഫ്രം ദ സെറ്റ് ഇ വൈ എൻ, നോം ഓഫ് എക്സ് എൻ വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. മാത്രമല്ല ഇതിൻ്റെ ഇൻഫിമം 1 ആയതുകൊണ്ട് നമുക്ക് എക്സ് എന്നുകളെ 1നോട് ആർബിട്രറിലി ക്ലോസ് ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ 1 ഇൻഫിമമാണ്, ലീസ്റ്റ് അപ്പർ ബൗണ്ടാണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ് എന്നുള്ളതിനൊരു കോൺട്രഡിക്ഷൻ വരും. സോ വി ക്യാൻ ഓൾവേസ് ചൂസ് എക്സ് എൻ ആർബിട്രറിലി ക്ലോസ് ടു 1 ഫ്രം വൈ എൻ. അപ്പോൾ 1നോട് ആർബിട്രറിലി ക്ലോസ് ആയിട്ടുള്ള ആൾ എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആവുന്ന രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മളിവിടുത്തെ എക്സ് എന്നിനെ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നോം ഓഫ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഫോർ ഓൾ എൻ ആയതുകൊണ്ട് നമുക്ക് പറയാം സീക്വൻസ് എക്സ് എൻ ഈസ് ബൗണ്ടഡ്. മാത്രമല്ല ടി ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ. ഇപ്പോൾ കോമ്പാക്റ്റ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് പറയാം ദിസ് എക്സ് എൻ ഹാസ് എ സബ്സീക്വൻസ് എക്സ് എൻ കെ സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് എൻ കെ ഈസ് കൺവേർജൻറ്റ്. സോ ടി ഓഫ് എക്സ് എൻ കെ കൺവേർജസ് ടു സം ഡബ്ല്യു. ഇനി ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് എൻ കെ വിച്ച് ഇസ് ടി ലാംഡ ഓഫ് എക്സ് എൻ കെ. ടി ലാംഡ ഓഫ് എക്സ് എൻ കെ ഈസ് വൈ എൻ കെ ബിക്കോസ് നമ്മൾ എക്സ് എന്നുകൾ ചൂസ് ചെയ്തിരിക്കുന്നത് ടി ലാംഡ എക്സ് എൻ ഈക്വൽ ടു വൈ എൻ ആവുന്ന പോലെയാണ്. സോ ടി ലാംഡ ഓഫ് എക്സ് എൻ കെ ഇസ് ഈക്വൽ ടു വൈ എൻ കെ and yn converges to 0 as n goes to infinity. Soynൻ്റെ എല്ലാ സബ്സീക്വൻസുകളും 0യിലേക്ക് തന്നെ കൺവേർജ് ചെയ്യും. സോ ദിസ് yn k converges to 0. സോ ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട് ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ കൺവേർജസ് ടു 0. അങ്ങനെയാണെങ്കിൽ ടി ഓഫ് എക്സ് എൻ കെ വിൽ കൺവേർജ് ടു ലാംഡ എക്സ് എൻ കെ. ഓർ നമുക്ക് ഇങ്ങനെ പറയാം ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെയിൽ നമ്മൾ കെ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുക? ടി ഓഫ് എക്സ് എൻ കെ കൺവേർജസ് ടു ഡബ്ല്യു. വി ഹാവ് ടി ഓഫ് എക്സ് എൻ കെ കൺവേർജസ് ടു ഡബ്ല്യു. സോ വി ക്യാൻ സേ ദാറ്റ് ലാംഡ എക്സ് എൻ കെ ഓൾസോ കൺവേർജസ് ടു W because T of x n k minus lambda x n k converges to 0. അതിൽ T of x n k പോകുന്നത് Wയിലേക്കാണ്. സോ ലാംഡ എക്സ് എൻ കെ വിൽ കൺവേർജ് ടു W എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓർ എക്സ് എൻ കെ കൺവേർജസ് ടു W ബൈ ലാംഡ. ഈ W ബൈ ലാംഡ എന്നുള്ളതിനെ എക്സ് നോട്ട് എന്ന് വിളിക്കുന്നു നമ്മളിപ്പോൾ. സോ എക്സ് എൻ കെ കൺവേർജസ് ടു എക്സ് നോട്ട്. അപ്പോൾ ടി ലാംഡ ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടി ലാംഡ ഓഫ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ടി ലാംഡ ഓഫ് W ബൈ ലാംഡ. ഇതാണ് ടി ലാംഡ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. ഓക്കെ,
നമുക്ക് xnk converges to x0 ആണ്. And here we have t of xnk converges to t of xnk minus lambda xnk converges to 0 എന്ന് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, t of xnk minus lambda xnk converges to 0 ആണ് as k tends to infinity. ഇപ്പം നമുക്ക് xnk converges to x0 എന്നും കിട്ടിയിട്ടുണ്ട്. സോ ടിയുടെ കണ്ടിന്യൂറ്റി നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടി ഓഫ് എക്സ് നോട്ട് മൈനസ് ലാംഡ എക്സ് നോട്ട് കൺവേർജസ് ടു 0 എന്ന് പറയാൻ പറ്റും. അതായത് ടി ലാംഡ ഓഫ് എക്സ് നോട്ട് വിൽ കൺവേർജ് ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതാണ് ഞാനിവിടെ പറഞ്ഞത്. ടി ലാംഡ ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ടി ലാംഡ എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് ടി ലാംഡയുടെ കേർണലുണ്ട്. ടി ലാംഡയുടെ കേർണലിനെയാണ് നമ്മൾ ഇ നോട്ട് എന്ന് വിളിച്ചിരിക്കുന്നത്. സോ എക്സ് നോട്ട് ഈസ് ഇൻ ഇ നോട്ട് ആൻഡ് ദിസ് സിംപ്ലൈസ് എക്സ് എൻ കെ മൈനസ് എക്സ് നോട്ട് ഈസ് ഇൻ ഇ വൈ എൻ കെ ബിക്കോസ് വി നോ ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇ നോട്ട് ആണ് എന്ന് നമുക്കറിയാം. വേർ എക്സ് ഈസ് സച്ച് ദാറ്റ് ടി ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ ആവുന്ന ഒരു എക്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് ഇ നോട്ട് ആണെന്ന് നമുക്കറിയാം. ഇപ്പോൾ അതുപോലെയുള്ള ഒരു എലമെൻ്റാണ് എക്സ് എൻ കെ എന്ന് പറയുന്നത്. നമുക്കറിയാം ടി ലാംഡ ഓഫ് എക്സ് എൻ കെ ഈക്വൽ ടു വൈ എൻ കെ ആണ്. സോ എക്സ് എൻ കെ ഈസ് എൻ എലമെൻറ്റ് ഓഫ് ഇ വൈ എൻ കെ. സോ എക്സ് എൻ കെ ഈസ് സച്ച് ദാറ്റ് ടി ലാംഡ ഓഫ് എക്സ് എൻ കെ ഈസ് ഈക്വൽ ടു വൈ എൻ കെ. അപ്പോൾ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെയുള്ള ഒരാളാണ് എക്സ് എൻ കെ. സോ ഈ വൈ എൻ കെ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് എൻ കെ പ്ലസ് ഇ നോട്ട്. അപ്പോൾ അതുപോലെ ഇ നോട്ടിലുള്ള ഒരു എലമെൻ്റാണ് നമുക്ക് എക്സ് നോട്ട് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ ദാറ്റ് എക്സ് എൻ കെ മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഈ വൈ എൻ കെയിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കും. ഇനി ആൽഫ വൈ എൻ കെ എന്ന് വച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഇൻഫിമം ഓഫ് സെറ്റ് ഓഫ് ഓൾ നോം സെറ്റ് വെർ സെറ്റ് വാരീസ് ഓവർ ഇ വൈ എൻ കെ ആണ്. ആൻഡ് ആൽഫ ഓഫ് വൈ എൻ കെ ഇസ് ഈക്വൽ ടു 0 ഫ്രം എ ആൻഡ് ബി. അതായത് നമുക്കിവിടെ എക്സ് എൻ കെ കൺവെർജസ് ടു എക്സ് നോട്ട് ആണെന്നറിയാം. എക്സ് എൻ കെ മൈനസ് എക്സ് നോട്ട് ഈസ് ഇൻ ഇ വൈ എൻ കെ എന്നും നമുക്കറിയാം. അതായത് ഇത് ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി നമ്മൾ ഇ വൈ എൻ കെയിലുള്ളൊരു സീക്വൻസാണ് എക്സ് എൻ കെ മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത്. ഇത് 0യിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് കൺവേർജസ് ടു 0 ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നോം ഓഫ് എക്സ് എൻ കെ മൈനസ് എക്സ് നോട്ട് എന്ന് പറയുന്നത് കൺവേർജസ് ടു 0 ആസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. അങ്ങനെയുള്ള നോമുകൾ വെച്ചിട്ടാണ് നമ്മളിവിടെ ഇൻഫിം എടുക്കുന്നത്. സോ ആൽഫ വൈ എൻ കെ വിൽ ബി 0. പക്ഷെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് ആൽഫ വൈ എൻ ഈക്വൽ ടു 1 ഫോർ ഓൾ എൻ എന്ന്. ഇപ്പോൾ പറയുന്നു ആൽഫ വൈ എൻ കെ ഇസ് ഈക്വൽ ടു 0 എന്ന്. സോ ദിസ് ഈസ് എ കോൺട്രഡിക്ഷൻ. സോ നമ്മൾ ക്ലെയിം തെറ്റാണ് എന്നെടുത്തു കഴിഞ്ഞാൽ വി വിൽ അറൈവ് അറ്റ് എ കോൺട്രഡിക്ഷൻ. ദാറ്റ് മീൻസ് അവർ ക്ലെയിം ഈസ് ട്രൂ. ക്ലെയിം ട്രൂ ആണെന്ന് പറയുമ്പോൾ നമുക്ക് ആൽഫ വൈകൾ സെറ്റ് ഓഫ് ഓൾ ആൽഫ വൈ എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ആൻ അപ്പർ ബൗണ്ട്. അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ ആൽഫ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം വൈ. ആൽഫ വൈ ബൈ നോം വൈ ഹാസ് ആൻ അപ്പർ ബൗണ്ട്. ഇനി നമ്മൾ തിരിച്ച് പ്രൊപ്പോസിഷൻ്റെ പ്രൂഫിലേക്ക് വരികയാണ്. പ്രൊപ്പോസിഷൻ്റെ പ്രൂഫിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. ഇ വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഇ നോട്ട് വെർ ഇ നോട്ട് ഈസ് ദ കേർണൽ ഓഫ് ടി ലാംഡ ആൻഡ് എക്സ് ഈസ് an element of ഇ വൈ or എക്സ് ഈസ് സച്ച് ദാറ്റ് ടി ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു വൈ. ഇങ്ങനെയുള്ള ഒരു എക്സാണ് നമ്മൾ എടുക്കുന്നത്. നൗ ഇനി നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെൽറ്റ ലാംഡ ക്ലോസ്ഡ് സബ്സ്പേസ് ആണെന്നുള്ളതാണ്. ഡെൽറ്റ ലാംഡ ക്ലോസ്ഡ് സബ്സ്പേസ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡെൽറ്റ ലാംഡയിലുള്ള ഒരു കൺവെർജൻറ്റ് സീക്വൻസ് എടുക്കുന്നു. അതിൻ്റെ ലിമിറ്റും ഡെൽറ്റ ലാംഡയിൽ തന്നെ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ചെയ്യാൻ പോകുന്നത്. സോ
yn be an element of delta lambda and yn converges to y as n goes to infinity. അപ്പോൾ ഇവിടെ നമുക്ക് സീക്വൻസ് yn is a convergent sequence, therefore this is bounded. Bounded എന്ന് പറയുമ്പോൾ there exists some m greater than 0 such that norm of yn less than or equal to m for all n. പക്ഷെ നമ്മുടെ ക്ലെയിം പ്രകാരം there is a constant c such that alpha y less than or equal to c norm y for every y element of delta lambda എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എല്ലാ വൈക്കും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ വൈ എന്നുകൾക്കും അങ്ങനെ തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് ആൽഫ വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു നോം ഓഫ് വൈ എൻ ഫോർ ഓൾ എൻ. ഇതിൽ നോം ഓഫ് വൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം ആണ്. സോ ദിസ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എം ഫോർ ഓൾ എൻ. ആൽഫ വൈ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എം ഫോർ ഓൾ എൻ. പക്ഷേ ആൽഫ വൈ എൻ എന്ന് പറയുന്നത് ഒരു സെറ്റിൻ്റെ ഇൻഫിമമാണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ടാണ്. സോ എനിത്തിങ് ഗ്രേറ്റർ ദാൻ ആൽഫ വൈ എൻ ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഓഫ് ദിസ് സെറ്റ്. ഓക്കെ, സോ ഇഫ് ഐ ടേക്ക് ആൽഫ വൈ എൻ പ്ലസ് 1, ദിസ് ഈസ് നോട്ട് എ ലോവർ ബൗണ്ട് ഓഫ് സെറ്റ് ഓഫ് ഓൾ നോം സെറ്റ് where z varies over EYN. Means there is some xn in EYN such that norm of xn is less than or equal to alpha yn plus 1. Okay, and we know that alpha yn less than or equal to cm. So norm of yn less than or equal to cm plus 1 for all n ആയിരിക്കും. അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സീക്വൻസ് എക്സ് എൻ ഒരു ബൗണ്ടഡ് സീക്വൻസ് ആണ്. ഓക്കെ, സീക്വൻസ് എക്സ് എൻ ഈസ് എ ബൗണ്ടഡ് സീക്വൻസ് ആൻഡ് വൈ എൻ കൺവേർജസ് ടു വൈ എന്ന് നമുക്കറിയാം. ഈ എക്സ് എന്നുകളെ നമ്മൾ എടുത്തിരിക്കുന്നത് ഇ ഓഫ് വൈ എൻ എന്നാണ്. മീൻസ് ടി ലാംഡ ഓഫ് എക്സ് എൻ ഇസ് വൈ എൻ. സോ ടി ലാംഡ ഓഫ് എക്സ് എൻ കൺവേർജസ് ടു വൈ എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് എൻ, ടി ലാംഡ ഓഫ് എക്സ് എൻ കൺവേർജസ് ടു വൈ എന്നാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ടി ലാംഡ ഓഫ് എക്സ് എൻ കൺവേർജസ് ടു വൈ എന്ന് നമ്മുടെ കയ്യിലുണ്ട്. ടി ലാംഡ ഓഫ് എക്സ് എൻ ഇസ് നത്തിങ് ബട്ട് ടി മൈനസ് ലാംഡ ഐ ഓഫ് എക്സ് എൻ. സോ ദിസ് കൺവേർജസ് ടു വൈ. മീൻസ് ടി ഓഫ് എക്സ് എൻ മൈനസ് ലാംഡ എക്സ് എൻ കൺവേർജസ് ടു വൈ. ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്ററാണ് ആൻഡ് സീക്വൻസ് എക്സ് എൻ എന്ന് പറയുന്നത് ഒരു ബൗണ്ടഡ് സീക്വൻസുമാണ്. സോ നമുക്ക് കോമ്പാക്ട്നെസ്സിൻ്റെ ഡെഫിനിഷൻ പ്രകാരം സീക്വൻസ് എക്സ് എൻ ഹാസ് എ കൺവേർജൻറ്റ് സബ്സീക്വൻസ് എക്സ് എൻ കെ സച്ച് ദാറ്റ് ടി ഓഫ് എക്സ് എൻ കെ കൺവേർജസ് ടു സെഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ടി ഓഫ് എക്സ് എൻ കെ കൺവേർജസ് ടു സെഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ടി ഓഫ് എക്സ് എൻ മൈനസ് ലാംഡ എക്സ് എൻ കൺവേർജസ് ടു വൈ എന്നുണ്ട്. മീൻസ് അതിൻ്റെ എല്ലാ സബ്സീക്വൻസും വൈയിലേക്ക് തന്നെ കൺവേർജ് ചെയ്യണം. സോ വി ഹാവ് ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ കൺവേർജസ് ടു വൈ ആണ്. പക്ഷേ ടി ഓഫ് എക്സ് എൻ കെ കൺവേർജസ് ടു സെഡ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് z minus lambda times limit of x and k is equal to this is equal to y. അതായത് നമ്മൾ ലിമിറ്റ് എടുക്കുകയാണ്. ഓക്കെ, ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ ഈക്വൽ ടു വൈ മീൻസ് ലിമിറ്റ് ഓഫ് ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ ടൈംസ് ലിമിറ്റ് ഓഫ് എക്സ് എൻ കെ ഈസ് ഈക്വൽ ടു വൈ. ലിമിറ്റ് ഓഫ് ടി ഓഫ് എക്സ് എൻ കെ ഈസ് സെഡ്. സോ സെഡ് മൈനസ് ലാംഡ ലിമിറ്റ് ഓഫ് എക്സ് എൻ കെ ഈസ് ഈക്വൽ ടു വൈ മീൻസ് xn limit of xn k is z minus y by lambda. ഇവിടെ നിന്ന് നമുക്ക് z minus lambda limit of xn k equal to y means minus of lambda of limit of xn k equal to y minus z or lambda times limit of xn k equal to z minus y. Okay, so limit of xn k is z minus y divided by lambda. ആൻഡ് ഈ z മൈനസ് വൈ ഡിവൈഡഡ് ബൈ ലാംഡ എന്നുള്ളതിനെ ഞാൻ എക്സ് നോട്ട് എന്ന് എഴുതുകയാണ്. സോ ടി ഓഫ് എക്സ് എൻ കെ മൈനസ് ലാംഡ എക്സ് എൻ കെ വിൽ കൺവേർജ് ടു
t of x naught minus lambda x naught by the continuity of t. This is not equal. This converges to t of x naught minus lambda x naught by the continuity of t. This means t of x naught minus lambda x naught is y, because t of xnk minus lambda xnk, t of xn minus lambda xn converges to y എന്നാണ്. സോ t of xnk minus lambda xnk കൺവേർജ് ചെയ്യുന്നത് y-യിലേക്കാണ്. അപ്പോൾ t of x naught minus lambda x naught എന്ന് പറയുന്നത് y ആണ് by the uniqueness of limit. Means this y is nothing but t lambda of x naught. അപ്പോൾ y എന്ന് പറയുന്നത് ടി ലാംഡ ഓഫ് എക്സ് നോട്ട് ആണ് എന്ന് പറയുമ്പോൾ y ഈസ് ഇൻ ഡെൽറ്റ ലാംഡ, ബിക്കോസ് ഈ y എന്ന് പറയുന്നത് എക്സ് നോട്ടിൻ്റെ ടി ലാംഡയിലുള്ള ഇമേജാണ്. സോ y ഈസ് ഇൻ ഇമേജ് ഓഫ് ടി ലാംഡ, മീൻസ് ദിസ് ഈസ് ഇൻ ഡെൽറ്റ y. അപ്പോൾ ഡെൽറ്റ വൈയിലുള്ള ഏത് കൺവേർജൻസ് സീക്വൻസ് എടുത്താലും അതിൻ്റെ ലിമിറ്റ് ഡെൽറ്റ വൈയിൽ തന്നെ ഉണ്ട്. മീൻസ് ഡെൽറ്റ വൈ ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ്.